So even and odd permutations ഒരു പെർമ്യൂട്ടേഷനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ ഈവൻ പെർമ്യൂട്ടേഷൻ എന്നും ഒരു പെർമ്യൂട്ടേഷനെ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ ഓഡ് പെർമ്യൂട്ടേഷൻ എന്നും. Permutation sigma of a finite set. A permutation sigma of a finite set is called an even permutation. An even permutation. A permutation sigma of a finite set is called an even permutation. Or an odd permutation, or an odd permutation according as sigma can be expressed as a product of sigma can be expressed as a product of an even number of transpositions, product of an even number of transpositions, product of an even number of transpositions or an odd number of transpositions respectively, or an odd number of transpositions respectively. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷനെ ഓഡ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിനെ ഒരു പെർമ്യൂട്ടേഷനെ ഓഡ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ പെർമ്യൂട്ടേഷൻ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. ഒരു പെർമ്യൂട്ടേഷൻ ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ പെർമ്യൂട്ടേഷൻ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു 1 to 2 4 4 6. then ഇതെന്തായിരിക്കും? ഇത് ഓഡാണോ ഈവൻ ആണോ? ഇത് ഓഡാണോ ഈവൻ ആണോ? രണ്ടാമത്തത് ഇപ്പോ 1 6 3 5 4 3 2 4. ആദ്യത്തെ നോക്കിയേ, ഇവിടെ എത്ര ട്രാൻസ്പോസിഷൻസേ ഉള്ളൂ? 1 2 3, 3 ട്രാൻസ്പോസിഷൻസ്. ഓഡല്ലേ? അപ്പോൾ then സിഗ്മ ഈസ് ഓഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4, 4 ട്രാൻസ്പോസിഷൻസ് ഉണ്ട്. then mu is ഈവൻ അല്ലേ? നമുക്കറിയാലോ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഏതാണ്? ഐഡന്റിറ്റി എലമെന്റ് എപ്സിലോൺ ഡിനോട്ട് ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് എപ്പോഴും നമ്മൾ എന്തായിട്ടാ പറയണേ? നമ്മൾ സാധാരണ എങ്ങനെ എഴുതുമെങ്കിലും ജനറലായിട്ട് പറഞ്ഞെന്താണ്? നിങ്ങൾ തൊട്ട് മുമ്പുള്ള പറഞ്ഞെന്താ? ഐഡന്റിറ്റി എലമെന്റിനെ കുറെ ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയാൽ ഉറപ്പായിട്ടും അവിടെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് ഈ ലെമ്മ പറയുന്നത്. അപ്പോ ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് കൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. ഐഡന്റിറ്റി എലമെന്റ് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. ഐഡന്റിറ്റി എലമെന്റ് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. that is the identity element is an even permutation. The identity element is an even permutation. Identity element എപ്പോഴും
ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. Sigma is equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഒരു വലിയൊരു പെർമ്യൂട്ടേഷൻ ആണ്. 1, 7, 4, 5, 6, 3, 8, 10, 12, 2, 9, 11 ഇങ്ങനെ ഇരിക്കാൻ വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മേനെ എങ്ങനെ എഴുതാൻ പറ്റും? 1 ഫിക്സഡ് ആണ് അല്ലേ? സൈക്കിളായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് സിഗ്മ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സൈക്കിൾ ആസ് 2 7 പോകുന്നു, 7 8 പോകുന്നു, 8 10 പോകുന്നു, 10 2 പോകുന്നു. 2 out എഴുതില്ലല്ലോ, 10 വരെ പോകും, 10 2 പോകും. അടുത്ത് നോക്കിയേ, 3 4 പോകുന്നു, 4 5 പോകുന്നു, 5 6 പോകുന്നു, 6 3 പോകും. അടുത്ത് 9 12 പോകുന്നു, 12 11 പോകുന്നു, 11 9 പോകുന്നു. ഇനി നോക്കിയേ, ഇതിന് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ടല്ലോ ട്രാൻസ്പോസിഷൻസ് ആയിട്ട് മാറ്റാമല്ലോ ഈ സൈക്കിളിനെ എങ്ങനെ ട്രാൻസ്പോസിഷൻ ആയിട്ട് മാറ്റാൻ പറ്റും? ഈ സൈക്കിളിനെ എങ്ങനെ ട്രാൻസ്പോസിഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും? 2 10 അല്ലെ, 2 8 2 7. അടുത്ത് ഇതിനെങ്ങനെ ട്രാൻസ്പോസിഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും? 3 6 3 5 3 4. അടുത്ത 9 12 11 എങ്ങനെ ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും? 9 11 9 12. നോക്കിയേ, ഇതിനെ ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആക്കി മാറ്റിയല്ലോ സിഗ്മേനെ. ഇവിടെ എത്ര ട്രാൻസ്പോസിഷൻ ഉണ്ട്? ഇവിടെ എത്ര ട്രാൻസ്പോസിഷൻസ് ഉണ്ടോ നോക്കിയേ. 1 2 3 4 5 6 7 8 ട്രാൻസ്പോസിഷൻസ് ഉണ്ടല്ലോ. സോ ദിസ് സിഗ്മ ഈസ് an even permutation. Therefore sigma is an even permutation. Even number of transpositions in the product ആക്കി മാറ്റിയതുകൊണ്ട് ഇതിനെ ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ഞാൻ mu is equal to tau is equal to ഒരു പുതിയ tau എന്നൊരു സിമ്പിൾ, tau is equal to 1 2 3 4 5 6 7 8 9 10 not for 1 3 1 3 3 5 5 7 1 3 5 7 7 1 7 1. അടുത്ത് 2 ഫിക്സഡ്, അടുത്ത് 1 3 5 7 അല്ലേ, അടുത്ത് 4 6 6 8 8 9 9 4 6 8 9 10 9 10 10 4. ഇവിടെ എന്താ വരിക നോക്കിയാൽ ടോ ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും നോക്കി. 1 എങ്ങോട്ട് പോയി, 3 പോയി, 3 5 പോയി, 5 7 പോയി, 7 1 പോയി. അടുത്ത് 2 ഫിക്സഡ് ആണ്, 2 ഫിക്സഡ് ആണ്. ഫിക്സഡിന് നമ്മൾ അവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 ഫിക്സഡ് ആണ്. അടുത്ത് 3 5 പോയി, 5 7 പോയി, അല്ലല്ലോ 3 ഒക്കെ എടുത്തല്ലോ അവിടെ. അടുത്ത്
4 6 പോയി, 4 6 പോയി, 6 8 പോയി, 8 9 പോയി, 9 10 പോയി, 10 4 പോയി. അപ്പോൾ ഇവിടെ ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എഴുതുമ്പോൾ ടോ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1357 17 15 13. ആ 2 നമുക്ക് അവിടെ 2 ഫിക്സഡ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഗുണമൊന്നുമില്ല, മാറ്റം വരുത്തൂല, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ 2 അവിടെ എഴുതേണ്ട ആവശ്യമില്ല. സൈക്കിൾ ഓഫ് ലെങ്ത് 1 അല്ലേ, അവിടെ സൈക്കിൾ ഓഫ് ലെങ്ത് 1 എല്ലാം ഫിക്സഡ് ആണ്, അപ്പൊ പിന്നെ അവിടെ നോക്കണ്ട. അടുത്ത് 4 10 4 9 4 8 4 6. നോക്കിയേ, ഇവിടെ 1 2 3 4 5 6 7. ഇവിടെ എത്ര ട്രാൻസ്പോസിഷൻസ് ഉണ്ടോ നോക്കിയേ, 7 ട്രാൻസ്പോസിഷൻസ് ആണ്. സോ ടോ ഈസ് ആൻ ഓഡ് പെർമ്യൂട്ടേഷൻ, ടോ ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോ തിയറമായിട്ട് തിയറം 2.6 ഒരു പെർമ്യൂട്ടേഷൻ ഒന്നുകിൽ എപ്പോഴും ഓഡ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഈവൻ ആയിരിക്കും, അല്ലെ? ഓൾവേസ് ഈവൻ ആയിരിക്കും, ഓൾവേസ് ഓഡ് ആയിരിക്കും, ഓൾവേസ് ഈവൻ ഓർ ഓൾവേസ് ഓഡ്. ഒന്നുകിൽ എപ്പോഴും ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഓഡ് ആയിരിക്കും, അല്ല രണ്ടും കൂടി ആവൂല. If a permutation alpha can be expressed as a product of an even അല്ലെങ്കിൽ odd even number of 2 cycles, even number of transpositions, അല്ലെ? ട്രാൻസ്പോസിഷൻസിന്റെ മറ്റൊരു പേരാണെന്ന് പറയുന്നത് 2 cycles. Even number of transpositions, product of an even number of transpositions. then every decomposition of alpha, into a product of transpositions, അല്ലെങ്കിൽ 2 cycles, അല്ലെ? Transpositions must have an even, odd ആണെങ്കിൽ odd, an even number of transpositions, or in symbols എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യത്തിനെ ഇതായിട്ട് പറയാണ്. ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ ഇസ് ഈക്വൽ ടു β1 β2 എക്സെട്ര βr ആൻഡ് ആൽഫ ഇസ് ഈക്വൽ ടു γ1 γ2 എക്സെട്ര γs, where
ബീറ്റകളും ആൽഫകളും ബീറ്റാസ് ആൻഡ് ആൽഫാസ് ആർ ട്രാൻസ്പോസിഷൻസ് then R and S. ഈവൻ ആണെങ്കിൽ ആറും എസ് ഈവൻ ആയിരിക്കും, ഓഡ് ആണെങ്കിൽ ആറും എസും ഓഡ് ആയിരിക്കും. Then R and S are both even or both odd. Both even or both odd. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പെർമ്യൂട്ടേഷനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റിലെ എഴുതാൻ പറ്റുള്ളൂ എങ്കിൽ എല്ലായ്പ്പോഴും അതിന് ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഒരു പെർമ്യൂട്ടേഷനെ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എല്ലായ്പ്പോഴും അതിനെ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ 6 7 ആണെങ്കിൽ ഇവിടെ എസ് വേണമെങ്കിൽ 9 ആവാം, പക്ഷെ 8 ആവില്ല. ഇപ്പൊ 6 = ഇവിടെ 10 വന്നാൽ ഇവിടെ 12 14 16 ഒക്കെ വരാം, അല്ലെങ്കിൽ 8 വരാം, 6 വരാം. പക്ഷെ എന്താവില്ല, ഓഡ് നമ്പർ ഒരിക്കലും വരില്ല. ഇവിടെ ഓടാണെങ്കിൽ ഇവിടെ ഓടായിരിക്കും, ഇവിടെ ഈവൻ ആണെങ്കിൽ ഇവിടെ ഈവൻ ആയിരിക്കും. അതാണ് പറയണേ ഒരു പെർമ്യൂട്ടേഷൻ. For permutation, alpha can be expressed as a product of an even number of transpositions. Then every decomposition of alpha into product of transpositions must have even number of transpositions. Even number of transpositions കാണുള്ളൂ. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ഈവൻ പകരം ഓഡ് ആക്കി വായിച്ചാലോ, if a permutation alpha can be expressed as product of an odd number of transpositions, then every decomposition of alpha into a product of transpositions must have an odd number of transpositions. ഇതൊന്നും വായിച്ചില്ലെങ്കിൽ ഇത് മാത്രം വായിച്ചാൽ that is if meaning ഇതാ, that is if alpha is equal to beta 1 beta 2 etc. beta ഓരോന്നും അതാണ് 2 സൈക്കിൾസ് ആണ്. ഓരോന്നും beta 1 ട്രാൻസ്പോസിഷൻ ആണ്, beta 2 ഒരു ട്രാൻസ്പോസിഷൻ ആണ്, etc. beta ഒരു ട്രാൻസ്പോസിഷൻ ആണ്. ആൽഫനെ വേറെ രീതിയിൽ ഗാമ 1 ഗാമ 2 etc. ഗാമ എസ് ഓരോ ഗാമകളും ഒരു ഗാമ 1 ട്രാൻസ്പോസിഷൻ ആണ്, ഗാമ 2 ട്രാൻസ്പോസിഷൻ ആണ്, etc. ഗാമ എസ് ട്രാൻസ്പോസിഷൻ ആണ്. ബീറ്റാസ് ആൻഡ് ആൽഫ, ബീറ്റാസ് ആൻഡ് ഗാമ എസ്, ബീറ്റാസ് ആൻഡ് ഗാമാസ്, ബീറ്റാസ് ആൻഡ് ഗാമാസ് ആർ ട്രാൻസ്പോസിഷൻസ്. ദെൻ ഇവിടെ പറയുന്ന നമ്പർ, ഇവിടെ എത്ര എണ്ണം ഉണ്ടോ, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 52 ആവാം, 48 ആവാം, 56 ആവാം, 54 ആവാം, എല്ലാം ഈവൻ ആവാം. ഇവിടെ 51 ട്രാൻസ്പോസിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ 3 ട്രാൻസ്പോസിഷൻ വരാം, 5 വരാം, 7 വരാം. അപ്പൊ ഇവിടെ ഓഡ് വന്നാൽ ഇവിടെ ഓഡ് നമ്പർ വരും, ഇവിടെ ഈവൻ നമ്പർ വന്നാൽ ഇവിടെ ഈവൻ നമ്പർ വരും അല്ലെ. ഓഡ് വന്നാൽ ഇത് ഓഡ് പെർമ്യൂട്ടേഷൻ, ഈവൻ വന്നാൽ ഈവൻ പെർമ്യൂട്ടേഷൻ. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, no permutation of a finite set can be expressed as a product of both as a product of even number of transpositions and as a product of odd number of transpositions. ഒരിക്കലും ഒരു പെർമ്യൂട്ടേഷനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ടും അതേസമയം തന്നെ അതിനെ മറ്റു ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കില്ല. ഒന്നുകിൽ ഈവൻ ആയിട്ട് മാത്രം, ഈവൻ ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാത്രം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാത്രം എഴുതാൻ പറ്റും. ഒന്നുകിൽ ഒരു പെർമ്യൂട്ടേഷൻ ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർമ്യൂട്ടേഷൻ ഓഡ് ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട തിയറമാണ്. സ്റ്റേറ്റ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രൂഫ് ഒരു ലൈനേ ഉള്ളൂ. ഈ ട്രാൻസ്പോസിഷൻസ് പറഞ്ഞപ്പോ ഈ നമുക്കറിയാലോ ഒരു പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു 1 2 3 4 5.
2 1 3 5 4 ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്ടേ ഇതിന്റെ ഇൻവേഴ്സ് എഴുതാൻ വേണ്ടി നിങ്ങൾ തിരിച്ചിട്ടാൽ മതിയല്ലോ അല്ലേ ഇതിനൊക്കെ തിരിച്ചിട്ടാൽ മതി 1 2 3 4 5 ഇവിടെ നോക്കിയാൽ താഴെ നിന്ന് മുകളിലോട്ട് നോക്കണം ഈ 1ന്റെ ഇമേജ് എന്താണ് 2 ആണ് ഇവിടെ നിന്ന് 1ന്റെ തിരിച്ചു നോക്കണം 1ന്റെ ഇമേജ് 2 അടുത്ത് ഈ 2ന്റെ താഴത്തെ 2ന്റെ പ്രീ ഇമേജ് 1 ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് വരുമ്പോൾ 2ന്റെ ഇമേജ് 1 ആകും അടുത്ത് ഇവിടെ 3ന്റെ പ്രീ ഇമേജ് 3 ആണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ 3ന്റെ ഇമേജ് 3 ആണ് ഇവിടെ നോക്കുക 4ന്റെ ഇമേജ് 5 ആണ് പക്ഷെ ഇവിടെ നമുക്ക് നോക്കേണ്ടത് 4ന്റെ ഇമേജ് ഇവിടെ 4ന്റെ ഇമേജ് ആണ് അപ്പോൾ ഇവിടെ നോക്കണം താഴെ നോക്കണം താഴെ 4ന്റെ ഇമേജ് മുകളിൽ എത്ര 4ന്റെ പ്രീ ഇമേജ് 5 ആണ് അപ്പോൾ 4ന്റെ ഇമേജ് 5 ആവും ഇവിടെ 5ന്റെ ഇമേജിനെ കൂടി ഇവിടെ തിരിച്ചു നോക്കണം ഇവിടെ അടിയിൽ 5 കിടക്കുന്നത് അതിന്റെ മുകളിൽ എത്ര 4 അപ്പോൾ 5ന്റെ പ്രീ ഇമേജ് 4 ആണ് ഇവിടെ ഇമേജ് വരുമ്പോൾ 5ന്റെ ഇമേജ് ആയിട്ട് 4 തിരിച്ചിട്ടാവും ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിഗ്മ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2 1 3 5 4 1 2 3 4 5 എന്നിട്ടാൽ മതി എല്ലാം ഒന്നെയാണ് അത് എഴുതുമ്പോൾ ഒരു അടുക്കും ചിട്ടയും വേണം ഉദ്ദേശത്തിൽ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ അപ്പോ ഇവിടെ നോക്കിയോ സിഗ്മ ഇൻവേഴ്സ് എന്തായിരിക്കും 1 2 അല്ലേ ഇവിടെയോ 4 5 സിഗ്മ ഇൻവേഴ്സ് ഇവിടെ നോക്ക് സിഗ്മ എന്താ സിഗ്മ എങ്ങനെ ഇരിക്കുന്നത് 1 2 4 5 അല്ലേ സിഗ്മ 1 2 4 5 സിഗ്മ ഇൻവേഴ്സ് 1 2 4 5 അല്ലേ അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സിഗ്മ ഇസ് ഈക്വൽ ടു S3 ഒരു എലമെന്റ് ആണ് 1 2 3 1 3 2 അപ്പോൾ സിഗ്മ ആരാണ് 2 3 സിഗ്മ ഇൻവേഴ്സ് ആരാ സിഗ്മ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ എഴുതും 1 2 3 1ന്റെ പ്രീ ഇമേജ് 1 ആണ് 2ന്റെ പ്രീ ഇമേജ് 3 ആണ് 3ന്റെ പ്രീ ഇമേജ് 2 ആണ് ഇവിടെ എന്താ വരിക 2 3 എന്നല്ലേ അപ്പോൾ നോക്കിയേ ഒരു ട്രാൻസ്പോസിഷൻ എ ബി ഉണ്ടെങ്കിൽ എ ബിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും ഒരു ട്രാൻസ്പോസിഷൻ എ ബി ഉണ്ടെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് ആര് തന്നെയാണ് ബി എ തന്നെയാണ് എ ബിയുടെ ഇൻവേഴ്സ് ബി എ തന്നെയാണ് എ ബിയുടെ ഇൻവേഴ്സ് ബി എ എന്ന് വെച്ചാൽ എ ബിയും ബി എയും സെയിം അല്ലേ അപ്പോൾ എ ബിയുടെ ഇൻവേഴ്സ് ആര് തന്നെയാണ് എ ബിയും ബി എയും സെയിം നമ്മൾ നേരത്തെ എഴുതിയല്ലോ എ ബിയുടെ ഇൻവേഴ്സ് എ ബി തന്നെയാണ് അപ്പോൾ ഒരു 2 സൈക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോസിഷൻ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് അത് തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രൂഫ് എഴുതുമ്പോൾ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ള ഈ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്ക് ആൽഫനെ β1 β2 എക്സെട്ര ബീറ്റ എന്ന് എഴുതി ആൽഫനെ തന്നെ γ1 γ2 എക്സെട്ര γs എന്ന് എഴുതി ബീറ്റകളും ഗാമാസുകളും ട്രാൻസ്പോസിഷൻസ് ആണ് ബീറ്റകളും ഗാമകളും ട്രാൻസ്പോസിഷൻസ് ആണ് then gamma r and s are both even or both odd even or both odd രണ്ടും ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും ഓഡ് ആറും ഈവൻ ആയിരിക്കും എസ് ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ ആറും ഓടായിരിക്കും എസും ഓടായിരിക്കും നമ്മൾ ഇതിനു മുമ്പ് ഒരു ലെമ്മ പറഞ്ഞത്
എപ്സിലോൺ ഇസ് ഈക്വൽ ടു ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ ആർ എന്ന് എഴുതിയാൽ ഓരോ ബീറ്റകളും ട്രാൻസ്പോസിഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈവൻ എന്നാണ്. എന്ന് വെച്ചാൽ ഐഡന്റിറ്റി എസ്എന്നിലെ ഐഡന്റിറ്റി എലമെന്റിനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളതാണ്. ഐഡന്റിറ്റി എലമെന്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ പെർമ്യൂട്ടേഷന്റെ ഓഡ് പെർമ്യൂട്ടേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. So given alpha is equal to alpha is equal to beta 1 beta 2 etc beta r. അടുത്ത് വീണ്ടും ആൽഫ എന്ത് തന്നിരിക്കുന്നത് ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ എസ്. ഓക്കെ, ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കിയേ, രണ്ടും ആൽഫകളല്ലേ. റൈറ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇക്വേറ്റിംഗ് 1 and 2 beta 1 beta 2 etc beta r is equal to gamma 1 gamma 2 etc gamma s. ഞാനിവിടെ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ ആയിരിക്കല്ലേ. ഇവിടെ ഈ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ എസ്. ഇവിടെ ബീറ്റ ആറിന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ആണ്. അവിടെ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ആണല്ലോ, ബീറ്റ ആറിന്റെ ഇൻവേഴ്സ് റൈറ്റ് സൈഡിൽ. എന്നിട്ട് ബീറ്റ ആർ മൈനസ് 1ന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ആണ്. അപ്പോഴും ഇവിടെ മൾട്ടിപ്ലൈ ആണല്ലോ, ബീറ്റ ആർ മൈനസ് 1ന്റെ ഇൻവേഴ്സ് എക്സെട്ര ബീറ്റ 1ന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സെട്ര ബീറ്റ എല്ലാവരും മൾട്ടിപ്ലൈ ആണ്. ബീറ്റ ആർ ഇൻവേഴ്സ് ബീറ്റ, കാരണം ഇവിടെ ഐഡന്റിറ്റി ആക്കാൻ എന്റെ ഉദ്ദേശം. ഇവിടെ ബീറ്റ ആർ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത് ബീറ്റ ആർ മൈനസ് 1 ഇവിടെ ഉണ്ട്. അപ്പോൾ ബീറ്റ ആർ മൈനസ് 1 ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ബീറ്റ ആർ മൈനസ് 2 ഇവിടെ ഉണ്ട്, ബീറ്റ ആർ മൈനസ് 2 മൾട്ടിപ്ലൈ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ബീറ്റ ആർ മൈനസ് 3 ഉണ്ട്, ബീറ്റ ആർ മൈനസ് 3 ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സെട്ര. ഇവിടെ ബീറ്റ 2 ഉണ്ട്, അപ്പോ ബീറ്റ 2ന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ബീറ്റ 1ന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അതേ പരിപാടിയാണ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. ബീറ്റ 2 ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ബീറ്റ 1 ഇൻവേഴ്സ്, എല്ലാ ആൾക്കാരുടെയും ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ നോക്കണേ ബീറ്റ ആർ ഇൻവേഴ്സും കൂടി എന്താവും? ഇവിടെ ഐഡന്റിറ്റി ആവും. ഇവിടെ ഐഡന്റിറ്റി ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബീറ്റ ആർ മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ ബീറ്റ ആർ മൈനസ് 1 ഉള്ളതുകൊണ്ട് അല്ലെ, ഇവിടെ ബീറ്റ ആർ മൈനസ് 1 ഉള്ളതുകൊണ്ട് ഇവിടെ ബീറ്റ ആറും ഇതിവിടെ ഐഡന്റിറ്റി ആയി, ഇതും കൂടി ഐഡന്റിറ്റി ആവും. അടുത്ത് ഇവിടെയുള്ള ആളും കൂടി ഐഡന്റിറ്റി ആവും എക്സെട്ര ബീറ്റ 1 ഇൻവേഴ്സും കൂടി ഐഡന്റിറ്റി ആവും. എല്ലാം കൂടി ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എപ്സിലോൺ മാത്രമാവും. ഈക്വൽ ടു ഗാമ 1 ഗാമ 2 എക്സെട്ര ഗാമ എസ് ബീറ്റ ആർ ഇൻവേഴ്സ് ബീറ്റ ആർ മൈനസ് 1 ഇൻവേഴ്സ് എക്സെട്ര ബീറ്റ 2 ഇൻവേഴ്സ് ബീറ്റ 1 ഇൻവേഴ്സ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ലെമ്മ എന്താ പറഞ്ഞത്? ഇവിടെ എത്ര പേരുണ്ടേ? അപ്പൊ ഇനി നോക്കിയേ, എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഗാമ 1 ഇൻറ്റു ഗാമ 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു ഗാമ എസ് ഇൻറ്റു ഗാമ 1 ഇൻറ്റു ഗാമ 2 ഇൻറ്റു എക്സെട്ര ഗാമ എസ് ഇൻറ്റു, നോക്ക് ഈ ബീറ്റ ആറിന്റെ ഇൻവേഴ്സ് ആരാ? ട്രാൻസ്പോസിഷൻ അല്ലേ? ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ് അത് തന്നെയല്ലോ. ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്. ബീറ്റ ആർ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ബീറ്റ ആർ മൈനസ് 1 തന്നെയാണ് എക്സെട്ര. ബീറ്റ 2ന്റെ ഇൻവേഴ്സ് ബീറ്റ 2 തന്നെയാണ്. ബീറ്റ 1ന്റെ ഇൻവേഴ്സ് ബീറ്റ 1 തന്നെയാണ്. ഒരു ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ് അത് തന്നെയാണ് അല്ലേ? ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ?
ഇനി നോക്ക് ഇവിടെ എത്ര പേരുണ്ട്, ഇവിടെ എത്ര ഇത് എപ്സിലോൺ അല്ലേ, ഇവിടെ എത്ര ട്രാൻസ്പോസിഷൻസേ വരാൻ പാടുള്ളൂ. എപ്സിലോൺ ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഐഡന്റിറ്റി എലമെന്റിൽ എത്ര ട്രാൻസ്പോസിഷൻസേ വരാകൂ എന്നാണ് നമ്മുടെ ലെമ്മ പറയണേ. നമ്മുടെ ലെമ്മ പറയണത് ഇവിടെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസേ വരാവൂ അല്ലേ, ഇല്ലേ, ഇവിടെ ഈവൻ ആയിരിക്കണം. ലെമ്മ പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസേ വരാവൂ. ഇവിടെ ഇപ്പൊ എത്ര ട്രാൻസ്പോസിഷൻസ് വന്നു, ഇവിടെ 1 2 എക്സെട്ര, ഇവിടെ എസ്, അടുത്ത് ഇവിടെ നോക്കിയേ 1 2 എക്സെട്ര 6, ഇപ്പൊ മൊത്തം R പ്ലസ് എസ് വന്നു അല്ലേ. ദാറ്റ് ഈസ് ഐഡന്റിറ്റി എലമെന്റ് ഈസ് product of R plus S transpositions. Identity element is product of R plus S transpositions. ശരിയാണോ? Identity element is product of R plus S transpositions. Identity element is product of R plus S transpositions. R plus S എന്തായിരിക്കും? By above lemma we have R plus S is even. By above lemma we have R plus S is even. Identity element ആണെങ്കിൽ even number of transpositionന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനേ പറ്റുള്ളൂ. ഇവിടെ ആറിന്റെ രണ്ട് നമ്പേഴ്സിന്റെ സം ഈവൻ ആവണമെങ്കിൽ രണ്ടും എന്താവണം? ഒന്നുകിൽ രണ്ടും ഈവൻ ആവണം, അല്ലെങ്കിൽ രണ്ടും ഓഡ് ആവണം. ശരിയല്ലേ? രണ്ട് ഇന്റിജേഴ്സ് ആണ്, രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സം ഈവൻ ആവണമെങ്കിൽ ഒന്നുകിൽ രണ്ടും ഈവൻ ആവണം, അല്ലെങ്കിൽ രണ്ടും ഓഡ് ആവണം. ഒന്ന് ഓടും ഒന്ന് ഈവനും വന്നാൽ അത് ഓടേ ആവുള്ളൂ. അപ്പൊ ആർ പ്ലസ് എസ് ഈവൻ ആയതുകൊണ്ട് ഒന്നുകിൽ ആറും എസും ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ ആറും എസും ഓഡ് ആയിരിക്കും. Thus, either R and S both are odd, or R and S both are even. ഒന്നുകിൽ ആറും എസും ഓഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആറും എസും ഈവൻ ആയിരിക്കും. R and S are both even or both odd. Hence, നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അങ്ങനെയല്ലേ? R and S are both even or both odd എന്നല്ലേ? അല്ലെങ്കിൽ എന്താ? ഒന്നുകിൽ ആൽഫേനെ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ആൽഫേനെ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. രണ്ടും കൂടി എഴുതാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എങ്ങനെ? സോ നിങ്ങളിപ്പോ ആൽഫേനെ 1 2 2 1 3 2 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. നിങ്ങൾ അതേ ആൽഫേനെ തന്നെ നിങ്ങൾ 3 1 2 1 എന്തോ തെറ്റിലായിക്കോട്ടെ 1 3 ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലാതെ ഇവിടെ ഒരു 3 2 വരില്ല. അതായത് ഇവിടെ ഇതിനെ ഇത് ഓടും എങ്കിൽ ഇത് ഈവനും ആയിപ്പോവും. അങ്ങനെ വരത്തില്ല. ചിലപ്പോ എലമെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വന്നേക്കാം, പക്ഷെ എന്താവൂല? എണ്ണം വ്യത്യസ്തമാവൂല. എണ്ണവും വ്യത്യസ്തമാവും, പക്ഷെ എന്താവൂല? ഒന്ന് ഓടും ഒന്ന് ഈവൻ ആവൂല. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഒരു പെർമ്യൂട്ടേഷൻ ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർമ്യൂട്ടേഷൻ ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. അടുത്ത തിയറം ഞാനേ നോട്ടായിട്ട് we have
Sn is the collection of all. We have Sn is the collection of all permutations. Collection of all permutations. Permutations of collection of all permutations of the set 1, 2, etc. n. Here we denote നോക്കണേ ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ എസ് എന്നിലെ എലമെന്റ്സിനെ എല്ലാം അടച്ചെങ്കിൽ എസ് എൻ എന്നുള്ള എലമെന്റ്സിനെ എല്ലാം കൂടി ഈ പെട്ടിക്കകത്ത് അടച്ചെങ്കിൽ ഈ എസ് എന്നിലെ പകുതി എലമെന്റ്സ് ഈവനും പകുതി എലമെന്റ്സ് ഓടും ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് ഈവൻ പെർമ്യൂട്ടേഷൻസ് എസ് എന്നിലെ എലമെന്റ്സുകളെല്ലാം പെർമ്യൂട്ടേഷൻസ് അല്ലേ, അപ്പൊ പകുതി ഓടും പകുതി ഈവനും ആയിരിക്കും. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എ എൻ എന്നാണ്. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എ എൻ എന്നാണ്. അത് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് അടുത്ത തിയറം പറയാൻ പോകുന്നത്. വി ഡിനോട്ട് എ എൻ. വി ഡിനോട്ട് എ എൻ ഈസ് ദ collection of all. Even is the collection of all. Denotes an is the collection of all even permutations. Even permutations in the collection നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? an കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. Sn is the collection of permutations. Sn ile even permutations in the collection an എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാം. Next theorem. The set of even permutations in Sn forms a subgroup of Sn. The set of even permutations in Sn. The set of even permutations in Sn. The set of even permutations in Sn forms a subgroup of Sn. Forms a subgroup of Sn. Subgroup of Sn. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ നമ്മൾ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ്. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ നമ്മൾ എസ് എൻ എ എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത് അല്ലെ തൊട്ട് മുമ്പേ. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ്. ഈവൻ പെർമ്യൂട്ടേഷൻസ് ഫോം എ ഗ്രൂപ്പ്. ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും. എന്നോടൊപ്പം കൂടി ഞാൻ പറയാം, ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആവൂല. എന്തുകൊണ്ടാണെന്ന് പറയാം. ഈവൻ പെർമ്യൂട്ടേഷൻസ് ഫോംസ് എ ഗ്രൂപ്പ്. ഐഡന്റിറ്റി എലമെന്റ് ഏത് പെർമ്യൂട്ടേഷൻ ആണ്? ഓഡാണോ ഈവൻ ആണോ? ഐഡന്റിറ്റി എലമെന്റ് ഈവൻ അല്ലേ. അപ്പോൾ ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ എടുത്താൽ അവിടെ ഐഡന്റിറ്റി എലമെന്റ് വരില്ല. ഐഡന്റിറ്റി എലമെന്റിൽ വരാത്ത കളക്ഷൻ നമ്മൾ ഗ്രൂപ്പായിട്ട് പരിഗണിക്കൂലല്ലോ. അപ്പോ വേണമെങ്കിൽ ഇവിടെ that is an set of all even permutations. An is a subgroup of Sn എന്നാണ്. An is a subgroup of Sn എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ നമുക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ? സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് ഫോംസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Sn എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലെറ്റ് A is equal to set 1, 2, 3, etc. n. An denote the set of all even permutations. Let An denote the set of all
even permutations, the set of all even permutations, set of all even permutations in Sn. Sn എന്ന് പറയുന്നത് ആരുടെയാ? സെറ്റ് എയുടെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ ആണ്. Snലെ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് ഞാൻ എന്തെന്ന് ഡിനോട്ട് ചെയ്തത്? എ എന്നതിന് ഡിനോട്ട് ചെയ്തത്. നമുക്ക് an ആണ് സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കേണ്ടത്. an സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ മുമ്പ് രണ്ട് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? രണ്ട് ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? രണ്ട് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? രണ്ട് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് എന്താ വരിക? രണ്ട്. അപ്പൊ അതുകൂടി നോട്ട് എഴുതിയിട്ട് നമ്മൾ തിയറത്തിലോട്ട് വരാം. നോട്ട് എഴുതിയിട്ട് വരാം. നോട്ട് നോക്കിയേ, ആൽഫ ഇസ് ഈക്വൽ ടു 1 2 1 3 1 4. ബീറ്റ ഇസ് ഈക്വൽ ടു S4 എലമെന്റ് ആണ്. 2 2 3 2 4 2 1. രണ്ട് ഈവൻ അല്ലേ? ആൽഫ ഇൻറ്റു ബീറ്റ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ എഴുതാം: 1 2 1 3 1 4 2 3 2 4 2 1. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോ. സിംപ്ലിഫൈ ചെയ്താലും ഈ സ്ട്രക്ചർ ഇതിന് മാറ്റം ഉണ്ടാവില്ല, സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ 1 2 3 ഇത് ഓഡ് അല്ലേ? ഇത് ഓടാണ്, ഇതും ഓടല്ലേ? പക്ഷെ ആൽഫ ബീറ്റ എത്ര കിട്ടി? 1 2 3 4 5 6 ഈവനായി. അപ്പൊ ആൽഫ ഓടാണ്, ബീറ്റ ഓടാണ്, ആൽഫ ബീറ്റ എന്താണ്? ഈവനാണ്. അതേസമയം ഇതിനെ ഞാൻ ഒരു S5 എലമെന്റ് ആയിട്ട് എടുക്കും. 1 5 ഇവിടെ ഒരു 1 5 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെന്താണ്? ഈവനാണ് അല്ലെ? ആൽഫ എന്താണ്? ഈവനാണ്. ബീറ്റ എന്താണ്? ഈവനാണ്. അപ്പൊ ഇവിടെ ഒരു 1 5 5 1 കൂടി വരും. അപ്പൊ നോക്കിയേ, ആൽഫ ബീറ്റ എത്രയുണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ ആൽഫ ഈവനാണ്, ബീറ്റ ഈവനാണ്. അപ്പൊ ആൽഫ ബീറ്റ എന്താണ്? ആൽഫ ബീറ്റ ഈവനാണ്. ആൽഫ ഓടാണ്, ബീറ്റ ഓടായപ്പോഴും ആൽഫ ബീറ്റ ഈവനായി. അപ്പൊ ആൽഫ ഈവനും ബീറ്റ ഈവനും ആണെങ്കിൽ ആൽഫ ബീറ്റ ഈവൻ. ആൽഫ ഓട് ബീറ്റ ഓട് ആണെങ്കിൽ ആൽഫ ബീറ്റ ഈവൻ അല്ലെ? രണ്ടും ഓടാണെങ്കിലും രണ്ടും ഈവൻ ആണെങ്കിലും പ്രോഡക്റ്റ് ഈവൻ ആയിരിക്കും. അതേസമയം ഇങ്ങനെ നോക്കിയേ, ഇതെന്താവും? ഇത് ഓടല്ലേ? ശരിയാണോ? അപ്പോ ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആൽഫ, മറ്റൊരു ഓഡ് പെർമ്യൂട്ടേഷൻ ബീറ്റ. ആൽഫ ബീറ്റ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നോക്കിയേ, 1 2 3 4 5 6 7. 7 ആയപ്പോ എന്തായി? ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻസ് അല്ലേ? ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻസ് ആണെങ്കിൽ അതിനെ ഓഡ് പെർമ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഈവനും ഒരു ഓടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്തായി? ഓഡ് പെർമ്യൂട്ടേഷൻ ആയി. ഇവിടുന്ന് മൂന്ന് കാര്യങ്ങൾ പറയാലോ. നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറയാലോ. എന്തൊക്കെ പറയാം? മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, രണ്ട് ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. രണ്ട് ഓഡ് പെർമ്യൂട്ടേഷൻസിന്റെ പ്രോഡക്റ്റ് ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഒരു ഓഡ് പെർമ്യൂട്ടേഷന്റെയും ഒരു ഈവൻ പെർമ്യൂട്ടേഷന്റെയും പ്രോഡക്റ്റ് ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ഒന്നാമത്തത് ദ പ്രോഡക്റ്റ് ഓഫ് അവിടെ എന്ത് നോക്കിയാൽ സം നോക്കിയാൽ മതി അല്ലെ? ഒരു ഓഡിന്റെ ഈവന്റെയും സമ്മ് ഈവൻ ഓടാണ്. രണ്ട് ഈവന്റെ സമ്മ് ഈവനാണ്, രണ്ട് ഓഡിന്റെ സമ്മ് ഈവനാണ്. പക്ഷെ ഒരു ഓഡ് നമ്പറിന്റെയും ഒരു ഈവൻ നമ്പറിന്റെയും സം ഓടാണ്. അപ്പൊ ആ സമ്മിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി.
കാരണം ട്രാൻസ്പോസിഷൻസിന്റെ എണ്ണം അനുസരിച്ചാണല്ലോ ഓടും ഈവനും നിശ്ചയിക്കുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ടു ഈവൻ പെർമ്യൂട്ടേഷൻസ് the product of two even permutations the product of two even permutations is an even permutation. The product of two even permutations is an even permutation. The product of two even permutations is an even permutation. The product of two odd permutations is an even permutation. The product of two odd permutations the product of two odd permutations is an even permutation. The product of one even permutation the product of one even permutation the product of one even permutation and one odd permutation product of one even permutation and one odd permutation is an odd permutation. ഇവിടെ മാത്രമേ ഓഡ് വരുള്ളൂ. ഒരു ഓടും ഒരു ഈവൻ വന്നാലേ അതിന്റെ പ്രോഡക്റ്റ് ഓടാവും. കാരണം എന്താ, ഒരു ഓഡ് നമ്പറിനെ ഒരു ഈവൻ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. One odd permutation is an odd permutation.